അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഔട്ടിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ അടുത്തുള്ള പാർക്കിലേക്കാണ് പോകുന്നത്. നിങ്ങളെയും കൂടെ കൊണ്ടുപോകാന്ന് വിചാരിച്ച്. അപ്പം എൻ്റെ കൂടെ തന്നെ വരാം. വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതാണ് നമ്മുടെ സായൂജ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ദുബായിലേക്ക് വന്നപ്പോൾ പരിചയപ്പെട്ട നല്ല കമ്പനിക്കാരായിരുന്നു. പിന്നെ 3-4 മാസം ഞാൻ നാട്ടിലായി, അവരും നാട്ടിലായി. പിന്നെ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ആ കാണുന്നതിൻ്റെ എല്ലാവിധ സന്തോഷം കാര്യങ്ങളൊക്കെ മുഖത്തുണ്ട്. ആ ബാക്കിൽ കാണുന്ന ഗ്രീൻ ലാൻഡ് റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുന്ന ആളാണ് അവന്. പുതിയ തെറിഞ്ഞ ഹോട്ട് ക്ലബ്ബ്, സൂപ്പർ ഷവർമ എല്ലാവരും പറയുന്നത്. ഇതുവരെ ട്രൈ ചെയ്യാൻ സൂപ്പർ ഷവർമ എല്ലാവരും പറയാം. നമുക്ക് പോയിട്ട് ട്രൈ ചെയ്യാം. ഹോട്ടൽ പുതിയതായതുകൊണ്ട് തന്നെ ഒരു ഷവർമ കഴിക്കാന്ന് വിചാരിച്ച്. ലാസ്റ്റ് പേജ് നോക്കി. വേണ്ടേ? ജംഷി ഫസ്റ്റ് ടൈം ഇത്ര വലിയ ഗ്ലാസ്സിൽ ചായ കാണുന്നത്. സാധാരണ ചെറിയ ഗ്ലാസ്സിലല്ലേ കിട്ടല്? സൂപ്പർ ചായ കുടിച്ചോക്കെ. അടിപൊളി ചായ. അപ്പോൾ ഓർഡർ ചെയ്ത് ഷവർമ വന്നിട്ടുണ്ട്. കാണുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ പിക്കിൾ കുറച്ചും കൂടെ വേണേനല്ലേ? മുളകെല്ലാം കുറച്ചും കൂടെ വേണേന്. നമ്മൾ സ്ഥിരം തിന്നുന്ന ഷവർമ സ്പോട്ടുണ്ട് മെട്രോ സ്റ്റേഷൻ്റെ അടുത്തുള്ള. അപ്പോൾ അതിൻ്റെ അത്രയൊന്നും ടേസ്റ്റ് ഈ ഹോട്ടലിൽ തോന്നിയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, പുതിയ ഹോട്ടലാണ്. പിന്നെ അവിടുത്തെ ചായ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതായിരുന്നു. വലിയ ഗ്ലാസ്സിൽ ഇഷ്ടംപോലെ ചായ ഉണ്ട്. ചായയും ഷവർമയും കുടിച്ച് നേരെ ബില്ലും കൂടി പേ ചെയ്ത് ഞങ്ങൾ ഇറങ്ങുകയാണ് അവിടുന്ന്. ഷവർമയും ചായ എങ്ങനെ ഉണ്ടായിന്? പക്ഷെ നമ്മളെ ഗോൾഡൻ ഫാൽക്കിന്റെ അത്ര പോരാല്ലേ? പക്ഷെ എല്ലാരും പറയുന്നതന്നെ ഭയങ്കര ടേസ്റ്റ്, എന്തായാലും തിന്നണമെന്ന് കഴിക്കാൻ. പക്ഷെ നമ്മളെ ഗോൾഡൻ ഫാൽക്കിന്റെ അത്ര ഒന്നും ഇല്ല. നമുക്കൊരു ഗോൾഡൻ ഫാൽക്കിന്റെ തിന്നാൻ പോണല്ലേ? ഇതാണ് കരാമയിലെ ഈവനിങ്. സീബ്ര ലൈനും കടന്ന് നേരെ അപ്പുറത്തേക്ക്. അവിടെ അതിൻ്റെ അപ്പുറമുള്ളത് ബസ് സ്റ്റേഷനാണ്, ബസ് സ്റ്റോപ്പ്. നേരെ സൈഡിലേക്ക് നോക്കിയാൽ ബസ് സ്റ്റോപ്പിൻ്റെ സൈഡിലായിട്ട് പള്ളി കാണാം. അതിൻ്റെ പിന്നിൽ ദുബായ് ഫ്രെയിമും കൂടി കാണാൻ പറ്റും. ഇത് കരാമയിലെ ബസ് സ്റ്റേഷൻ. കരാമ ബസ് സ്റ്റേഷൻ. എന്തായി ഷെരീഫ് ചന്ത ഷെരീഫിച്ച പള്ളിയിലുണ്ടോ? ഒരു കാര്യമില്ല. പള്ളിക്ക് പോന്നാ? പള്ളിക്ക് പോയാലോ? ഇപ്പൊ കോളാക്കുന്നുണ്ട്. കോളിങ് ഷെരീഫ് ചാൻ എന്താ പേറ്റതാ വരുന്നുണ്ട്. എപ്പോ എവിടെയോ എന്തോ കുടിക്കാൻ വേണ്ടിട്ട് പോകുന്നുണ്ട്. അവർക്ക് പ്രത്യേക സ്പോട്ടെല്ലാം ഉണ്ടല്ലോ, അവരെപ്പോഴും ഇരിക്കുന്നേ. അപ്പൊ നമുക്ക് പോയി നോക്കാം ഏതാ സ്പോട്ട്, എന്താ കുടിക്കുന്നല്ല നോക്കാം. സീത നടക്കുന്നുണ്ട്. ബാക്കിൽ ഒരാളുണ്ടെന്ന് ഓർമ്മയേ ഇല്ല. കണ്ടില്ലേ നടക്കുന്നേ? നേരെ നടക്കുന്നേ ഉണ്ട്. നമുക്ക് പോയോക്കാം. ഏതോ ബേക്കറി ഉണ്ട്. പാവം പൂച്ച, എന്തോ ഇഞ്ചുറി എല്ലാം പറ്റിയ ഫേസില്. പാവം സാധു. അങ്ങനെ നമ്മള് ബേക്കറിയിലെത്തി.
അവിടെ നിന്ന് കാര്യമായിട്ടൊന്നും കുടിച്ചില്ല. ജസ്റ്റ് ക്ലൈമറ്റൊക്കെ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ കൂൾ ഡ്രിങ്ക്സ് വാങ്ങി കുടിച്ചു. പിന്നെ നാട്ടിലൊക്കെ പോയി വന്നിട്ടുള്ള വിശേഷങ്ങളായിരുന്നു കൂടുതലായിട്ട് പറയാനുണ്ടായിരുന്നത്. പിന്നെ ഈ കാണുന്ന കരിമ്പ് ജ്യൂസ് അടിപൊളിയായിരുന്നു. പക്ഷേ ഒരിക്കാർക്കും ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് മാത്രമേ ഇഷ്ടമായുള്ളൂ. അവർ ഫ്യൂച്ചർ പ്ലാനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മളവിടെ ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങി. നേരത്തെ കണ്ട പൂച്ചിനോട് ബായ് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഷെരീഫിച്ച പോയി. നമ്മള് അടുത്ത സ്പോട്ട് ലക്ഷ്യം വെച്ച് നടക്കുന്നതുണ്ട്. അടുത്ത സ്പോട്ട് നമ്മളെ പാർക്കിലേക്ക്. ഏത് പാർക്ക്? സെബീൽ പാർക്കൊന്നല്ല, അടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്, ലുലുവിന്റെ ബാക്കില്. ലുലുവിന്റെ ബാക്കിലുള്ള പാർക്കിലേക്കാണ് പോകുന്നത്. അങ്ങനെ മേടത്തി ജംഷി ലുലുവിന്റെ മുന്നിലെത്തിയല്ലേ? ലുലു പാർക്ക്. അതാടെ ലുലു കാണുന്നുണ്ട്. ലുലു കാണിച്ചു കൊടുത്ത ലുലു. ദുബായില് മലയാളത്തിൽ എഴുതിയ ബോർഡ് കണ്ടാ? ചിറ്റിലപ്പിള്ളി മലയാളത്തില്. അഫിയടെത്തി പാർക്കില്. ഏത് പാർക്ക് ചെല്ലുമ്പോലെ കെറ്റപ്പ് ഒന്നും പ്രതീക്ഷിക്കണ്ടത്. ഗ്രീനറി ആയിട്ട് വെറുതെ നമ്മളെ ഫ്രീ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്പോട്ട് അത്ര തന്നെ. ഈ പാർക്ക് നമുക്ക് ഫുൾ ആയിട്ട് കാണിക്കാൻ കഴിയില്ല, കാരണം ഫുൾ ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞെങ്കിൽ കുറെ കുട്ടികൾ കളിക്കുന്നുണ്ട്, ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, ഷട്ടിൽ കളിക്കുന്നുണ്ട്, കുറെ ആൾക്കാർ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്, കുറെ ആൾക്കാർ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്, ഡിപ്രഷൻ മാറ്റുന്നുണ്ട്, പല ആൾക്കാരും പല നടന്ന് മടുത്ത് ലാസ്റ്റ് സ്ഥലം കിട്ടി അടങ്ങിയിരുന്നല്ലേ. ഈത്തപ്പന ഈത്തപ്പഴം കൊലച്ചിട്ടല്ലേ? പക്ഷെ ഇന്നലെ നമ്മ കണ്ടിട്ടേ അതിലുള്ള ഈത്തപ്പഴം ഉണ്ടായിരുന്നു ഫുള്ള് മറീനയില്. പള്ളിന്റെ ഇടയിലുണ്ട്. സമയായിട്ടാ, സമയാകുമ്പോ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. എന്നാ കാത്തിരിക്കുക. പോവാ സമയമല്ല, മഗ്‌രിബായി. നമ്മുടെ വന്നിട്ട് ഏകദേശം ഒരു 20 മിനിറ്റോളായി. എനിമാര് പങ്കെടുക്കാനായി. അതിന് മുമ്പ് ചെറിയൊരു പണി ഉണ്ടല്ലേ നമുക്ക്. അതിന്റെ സ്ക്രീൻ ഗാർഡ് മാറ്റാണ്ട് ഫോണിന്റെ. അത് കഴിഞ്ഞിട്ട് നേരെ റൂമിൽ പോകും. ഞാൻ പള്ളിക്ക്, നീ റൂമിലേക്ക്. അടുത്തിട്ട് കാണാം. അങ്ങനെ നമ്മള് ഔട്ടിങ് എല്ലാം കഴിഞ്ഞ് റൂമിൽ പോവാൻ നിക്കാം അല്ലേ? പാർക്കിൽ ആൾക്കാരുണ്ട്. രാത്രി 12 1 മണി വരെ ഉണ്ടാവും. നാളെ ഞായറാഴ്ച അല്ല, സൺഡേ അല്ലേ? നമ്മളെ നാട്ടിലൊക്കെ 4 മണി 5 മണിയെല്ലാം ആകുമ്പോ പാർക്ക് സ്ഥലങ്ങളിലൊക്കെ ഫുള്ള് കാലിയാവില്ല. ഇവിടെ ആക്റ്റീവ് ആകാൻ തന്നെ 4 മണിക്ക് 5 മണിക്കല്ലോ അല്ലേ? പിന്നെ രാത്രി, സൺഡേ രാത്രി ഒന്നും ഉറക്കില്ലായിരിക്കും. പ്രത്യേകിച്ച് കരാമ. റോഡിന്റെ അപ്പുറത്തതാ യൂസുഫ് അലിന്റെ ലുലു സൂപ്പർ മാർക്കറ്റ്. സ്വന്തം യൂസുഫ് ഖാന്റെ സ്വന്തം ലുലു. ഇവിടെ കറാമയിൽ തന്നെ 3 ഉണ്ട്. ഒന്ന് ഹൈപ്പർ മാർക്കറ്റ് ആണ്, അതില് ബാക്കി 2 സൂപ്പർ മാർക്കറ്റ്. അപ്പൊ നമ്മൾ റൂമിലേക്ക് എത്തി. ഫുള്ള് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ റൂമിലേക്ക് എത്തി. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയറും ചെയ്യുക. അപ്പോ അസ്സലാമു അലൈക്കും.